നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ. ഭക്ഷണപ്രിയരായ പെരിന്തൽമണ്ണക്കാരുടെ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് ബൈപ്പാസ് റോഡിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണക്കാർക്കായി സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, അറബിക് വിഭവങ്ങളോടൊപ്പം നാടൻ വിഭവങ്ങളും ഒരുക്കിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറന്റായ ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റ് പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ 25,000-ഓളം സ്ക്വയർ ഫീറ്റിൽ 200-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിൽ ബൈപ്പാസ് റോഡിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ഏതു തരത്തിലുള്ള ആളുകൾക്കും എല്ലാത്തരം ഇവന്റുകളും സംഘടിപ്പിക്കാവുന്ന തരത്തിലാണ് ഗ്രീൻ ടേബിൾ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത് ഇത് വർഷങ്ങളായി പാരമ്പര്യമുള്ള ഹോട്ടൽ ഫീൽഡിൽ, റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ബാംഗ്ലൂരിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡെൽറ്റ മണിയുടെ നേതൃത്വത്തിലാണ് ഗ്രീൻ ടേബിൾ വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇത്ര വിശാലമായ എല്ലാ സൗകര്യങ്ങളോടെയും കൂടെ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഹാളിൻ്റെ സൗകര്യം, ഏത് തരത്തിലുള്ള ആളുകൾക്കും ഏത് ഇവൻറ്റുകൾ നടത്താനും പറ്റുന്ന തരത്തിലേക്ക് ഒരു റെസ്റ്റോറൻറ്റിനെ ഒരു മൾട്ടിപ്പിൾ ഫെസിലിറ്റിയോടുകൂടി സംവിധാനിച്ചൊരുക്കിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ സവിശേഷത, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പോലും പെരിന്തൽമണ്ണ ആശ്രയിക്കുന്നു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കി ഇത്ര വിശാലമായ ആളുകൾക്ക് ഇത്രയും കൂടുതൽ, നമുക്കിപ്പോൾ എല്ലാ ദിവസവും പെരിന്തൽമണ്ണ ഇറങ്ങിയാൽ നമുക്കറിയാം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഫുള്ളായിരിക്കും. അപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ട് അതന്നെ ഏറ്റവും യുണീക്കായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഗ്രീൻ ടേബിളിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ബോർഡ് റൂമിന്റെ ഉദ്ഘാടനം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ നിർവഹിച്ചു. ഗ്രീൻ ഓറ ഹാൾ കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ P. ഉണ്ണീൻ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ഗ്രീൻ ലോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ കുടുംബസമേതം വന്ന് വളരെ വിശാലമായ പാർക്കിങ്, വളരെ വിശാലമായ ഡൈനിങ്, വളരെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ഹോട്ടലാണ് ഇന്നിവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഡെൽറ്റ മണി കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഡയറക്ടർമാരും ഈ ഫീൽഡിൽ വളരെയേറെ പരിചയസമ്പന്നരാണ്. അത് പെരിന്തൽമണ്ണക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. ഷാജി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മിനി സ്ക്രീൻ താരം മണികണ്ഠൻ പട്ടാമ്പി, മാനേജിംഗ് ഡയറക്ടേഴ്സായ ഡെൽറ്റ മണി, മുഹമ്മദ് ഇർഫാൻ, ഷാജി നായർ, മുഹമ്മദ് ഷനാഫ്, മുഹമ്മദ് ഷെരീഫ്, മറ്റ് ജീവനക്കാർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റിലൂടെ പെരിന്തൽമണ്ണക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് ആർട്ടിസ്റ്റ് വിനോദ് കോവൂർ പറഞ്ഞു. മണിച്ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പെരിന്തൽമണ്ണയിൽ ഒരു ഹോട്ടൽ പണിയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും വലിയൊരു ഹോട്ടലാവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനത് ആദ്യമായിട്ടൊന്ന് വരുന്നത്. പക്ഷേ ഇന്നലെ എനിക്കിതിൻ്റെ ഇദ്ദേഹത്തെ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാനിതിൻ്റെ സൗകര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മണിയേട്ടൻ്റെ വിശാലമായ മനസ്സാണ് ഈ വിശാലമായ റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. പിന്നെ ബാംഗ്ലൂരിലെ മണിയേട്ടൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത്ര നല്ല ഭക്ഷണമാണ്. പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ മണിച്ചേട്ടൻ്റെ സഹോദരങ്ങളാണ്. ഒരിക്കലും ഒരു മുതലാളി തൊഴിലാളി ബന്ധം അവിടെ ഇല്ല. അത് ഞാൻ ശരിക്കും നേരിട്ടറിഞ്ഞതാണ്. എല്ലാ സ്റ്റാഫും വളരെ ഹാപ്പിയാണ്. കാരണം മണിച്ചേട്ടൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് മണിച്ചേട്ടൻ ഇത്രയും നല്ല നിലയിലേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എല്ലാ സ്റ്റാഫിനും മണിച്ചേട്ടൻ അത്രയും ചേർത്ത് പിടിക്കും. അപ്പോൾ അവർ നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്ന രീതിയും നമ്മളോട് പെരുമാറുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണ്. അത് പെരിന്തൽമണ്ണയിലും ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. നഗരസഭാ ചെയർമാൻ P. ഷാജി സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു.
പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമാണ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹോട്ടലുകൾ, രുചി വൈവിധ്യങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. ആ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പുതിയ സംരംഭം കൂടി വരുന്നത്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണക്കാർ ഇത് 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല. ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ സുഹൃത്തുക്കൾ കൂടി സംരംഭമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ. പെരിന്തൽമണ്ണ പൊതുവിൽ ഒരു ഭക്ഷണ കേന്ദ്രവും കൂടിയാണ്. പെരിന്തൽമണ്ണ മറ്റ് പലതുമാണ്, ഒരു ഭക്ഷണ കേന്ദ്രവും കൂടിയാണ്. ജില്ലയിൽ നിന്നുള്ള ആളുകൾ, ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ഒക്കെ, സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ സമീപത്തുകൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പെരിന്തൽമണ്ണയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇനി ആളുകൾക്ക് ഏറ്റവും നന്നായി ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമായിട്ട് ഗ്രീൻ ടേബിൾ ഇന്നു മുതൽ മാറുകയാണ്. റെസ്റ്റോറന്റ് മേഖലയിൽ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ളവരാണ് ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റിനെ പെരിന്തൽമണ്ണയിൽ എത്തിച്ചിരിക്കുന്നത്. വിശാലമായ ഡൈനിങ് ഹാൾ, പാർട്ടി ഹാൾ, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ സ്ഥാപനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ബർത്ത്ഡേ പോലെയുള്ള സെലിബ്രേഷൻസിനെ ആഘോഷമാക്കി മാറ്റുന്നതിനാവശ്യമായ സൗകര്യങ്ങളും ഗ്രീൻ ടേബിൾ റെസ്റ്റോറന്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു സംരംഭം കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട്. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ, 2 നമ്മുടെ നാട്ടുകാർക്ക് നല്ല ഫുഡ് കൊടുക്കുക, അതാണ്. പിന്നെ പാർട്ടി ഹാളുണ്ട്, ബോർഡ് മീറ്റിങ്ങിൻ്റെ ഹാളുണ്ട്, 2 പാർട്ടി ഹാളുണ്ട്. പിന്നെ നമുക്ക് ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടക്കാനുള്ള ഒരു ഹാളുണ്ട്. എല്ലാം കൊണ്ടും നമ്മളൊരു നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടുകാർ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോട്ടെ എന്നുള്ളൊരു അറ്റാഗ്രഹം, അത് മാത്രമാണ്. വൃത്തിയുള്ള ഭക്ഷണം ഉപഭോക്താക്കൾക്ക് നേരിട്ടറിയുന്നതിനാണ് ഓപ്പൺ കിച്ചൺ സജ്ജമാക്കിയിട്ടുള്ളത്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മൾട്ടി കുഷൻ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും നല്ല ഫുഡ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പാകത്തിനാണ് നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതേപോലെ എല്ലാ സെക്ഷനിലും നല്ല ഷെഫ്മാരെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഷെഫാണ്, എൻ്റെ പേര് ഷാജി എന്നാണ്. നമുക്ക് മൾട്ടി കുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടി ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്തൂറുണ്ട്, അറബിക് ഉണ്ട്, ബ്രോസ്റ്റ് ഉണ്ട്, അതേപോലെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, ബേക്കറി എല്ലാ സെക്ഷനും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ഹൈജീനിക് ആയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തത്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തരത്തിലാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കണ എല്ലാവർക്കും നമ്മളെ ഹൈജീനിക്കിനെ പറ്റിയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതിന് മുമ്പേ തന്നെ അവർക്ക് വിലയിരുത്താം. ഗ്രീൻ ടേബിളിൽ എത്തിയാൽ നഗരത്തിരക്കിന്റെ ബഹളങ്ങളില്ലാതെ നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ ആസ്വദിച്ചു കഴിക്കാം. പാചകകലകളിൽ നിപുണരായ ഷെഫുകളാണ് ഇവിടുത്തെ ഓരോ വിഭവങ്ങളും തയ്യാറാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ കസ്റ്റമർ സർവീസും ആംബിയൻസും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. രുചികളിൽ വ്യത്യസ്തത തേടിപ്പോകുന്ന പെരിന്തൽമണ്ണക്കാരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ഇന്ന് ഈ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ലിസ്റ്റിൽ ഗ്രീൻ ടേബിൾ റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങളും ഉണ്ടാകും. ചാനൽ 10 പെരിന്തൽമണ്ണ.